ഈശ്വരി നമഃ. സേതുബന്ധനം രാവണശുക സംവാദം. ഉണ്ണി, നമ്മൾ ലങ്കയിൽ എത്താറായിട്ടോ? അതിനുള്ള ഒരുക്കങ്ങളാണ് ശ്രീരാമദേവൻ്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതറിയണ്ടേ ഉണ്ണിക്ക്? രാവണൻ്റെ ഒരു ദൂതനെ ശ്രീരാമദേവൻ ബന്ധിച്ചു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. ആരാ അത്? ശുഗനല്ലേ? സുഗ്രീവനെ ഉപദേശിക്കാൻ രാവണന്റെ സന്ദേശമായിട്ട് വന്നൂലോ. വാനരന്മാരെ അടിച്ച് ശരിയാക്കിയില്ലേ ശുഗനെ? അതെ അതെ, വിഭീഷണോടും സുഗ്രീവനോടും കൂടി ഭഗവാൻ ശ്രീരാമേന്ദ്രൻ പറഞ്ഞു, നമുക്കിനി സമുദ്രം കടക്കാനുള്ള മാർഗം എന്താണെന്ന് ആലോചിച്ച് നിശ്ചയിക്കാം. അങ്ങനെ എല്ലാവരും കൂടി ചേർന്നു ആലോചിച്ചു. ആദ്യം സമുദ്ര രാജാവിനെ പ്രീതിപ്പെടുത്തണം. അത് പ്രീതിപ്പെടുത്തണ്ടേ? അങ്ങനെ അതനുസരിച്ചിട്ട് ഭഗവാൻ കടൽക്കരയിൽ ദർഭ വിരിച്ച് ഭക്തിയോടെ വരുണനെ നമസ്കരിച്ചു. ഭഗവാനായിട്ടും മറ്റുള്ളവരെ നമസ്കരിച്ച് കാണിച്ചു തരികയാണ് അല്ലേ മുത്തശ്ശി? അമ്മ ചെയ്യണത് കാണാറില്ലേ? എല്ലാറ്റിനെയും നമസ്കരിക്കുന്നതും തൊട്ടു തൊഴുകണതും സനാതനധർമ്മത്തിൽ ഒന്നും നിസ്സാരമല്ല. ഉറുമ്പ് മുതൽ നീലത്തിമിംഗലം വരെ സകല ജീവജാലങ്ങളും മാത്രോ അചേതനങ്ങളായ വസ്തുക്കളെ പോലും നമ്മൾ ആദരിച്ച പാരമ്പര്യം നമുക്കുള്ളത്. അതുതന്നെ ഗുരുഗീതയിലും പറയുന്നുണ്ടല്ലോ. ശിവഭഗവാൻ ആത്മതത്വം ഉപദേശിക്കണ അവസരത്തിൽ എഴുന്നേറ്റ് നിന്ന് വണങ്ങണ കണ്ടപ്പോൾ ദേവി ചോദിച്ചു, എല്ലാവരും അങ്ങയെ നമസ്കരിക്കുന്നുണ്ട്, എന്നാൽ ഇപ്പോൾ അങ്ങ് ആരെയാണ് നമസ്കരിക്കുന്നത്? അങ്ങനെയാണ് ഗുരുവിൻ്റെ മഹാത്മ്യത്തെക്കുറിച്ച് ദേവിക്ക് പറഞ്ഞു കൊടുക്കുന്ന ഗുരുഗീത ഉണ്ടായത്. സ്കന്ദപുരാണത്തിലെ എല്ലാറ്റിനെയും ഗുരുവായി കണ്ട് ആദരിക്കുന്ന ആ നല്ല സംസ്കാരം ഇപ്പോൾ ആധുനിക കാലഘട്ടത്തിൽ മാഞ്ഞു പോകണ്ടോ എന്നൊരു സംശയം. അതവിടെ ഇരിക്കട്ടെ. ഭഗവാൻ വരുണനെ 3 രാത്രിയും 3 പകലും പ്രാർത്ഥിച്ചു. വരുണൻ പ്രത്യക്ഷപ്പെട്ടില്ല. അതെന്താ വരുണദേവൻ ഇത്രയും വൈരാഗ്യം തോന്നാൻ കാരണം? എന്തെങ്കിലും കാരണം കാണും. വിളിച്ചിട്ടും വരാത്തപ്പോൾ വരുണദേവനോട് അതികഠിനായിട്ടുള്ള കോപം വന്നു ശ്രീരാമദേവന്. ഓർക്കണം, ശ്രീരാമദേവൻ പൊതുവേ ശാന്തശീലനാണ്. വിനയവും എളിമയും ഉള്ള രാമൻ ആരോടും കോപിക്കണതായിട്ട് രാമായണത്തിൽ കാണാൻ തന്നെ പ്രയാസമാണ്. പിന്നെ മഹാത്മാക്കളുടെ കോപമൊക്കെ ബാഹ്യത്ത് മാത്രമേ ഉണ്ടാവൂ. ഉള്ളിൽ അവരുടെ നിറഞ്ഞ കാരുണ്യമായിരിക്കും. മനുഷ്യരെ പോലെ ഉള്ളിൽ പകവെച്ച് പെരുമാറുന്ന സ്വഭാവം മഹാത്മാക്കൾക്ക് ഉണ്ടാവില്ല. ഒരു മുഖം മൂടി മാത്രമാണ് ജ്ഞാനികളുടെ കോപമൊക്കെ. ഉടനെ അമ്പും വില്ലും എടുത്തുകൊണ്ട് വരാൻ ലക്ഷ്മണനോട് ആജ്ഞാപിച്ചു. ഇത്രയും ധിക്കാരോ വരുണന്? എൻ്റെ പൂർവികരാണ് സമുദ്രത്തെ വർദ്ധിപ്പിച്ചത്. എങ്കിലും ഈ ധിക്കാരത്തിന് ഞാൻ ഇതിനെ വറ്റിച്ച് കളയുന്നുണ്ട്. വാനരന്മാർ കാൽനടയായിട്ട് തന്നെ ലങ്കയിലേക്ക് കടക്കട്ടെ. ശ്രീരാമദേവന്റെ ദേഷ്യം കണ്ടപ്പോ ഉണ്ണിക്ക് തന്നെ നല്ലപോലെ പേടി തോന്നുന്നുണ്ട് കേട്ടോ. ശ്രീരാമദേവൻ്റെ ഈ കോപം കണ്ടില്ലേ? സകല ചരാചരങ്ങളും വിറച്ചു. സമുദ്ര രാജാവായ വരുണനും ഭയന്നു. എന്നിട്ടോ വിലയേറിയ രത്നങ്ങളുമായി പ്രത്യക്ഷപ്പെട്ടു ശ്രീരാമദേവനെ നമസ്കരിച്ചു. എന്നെ രക്ഷിച്ചാലും പ്രഭു, എന്നെ ജലമായി അങ്ങ് കൽപ്പിച്ചു. എനിക്ക് ജലത്തിൻ്റെ ധർമ്മവും ഗുണവും സ്വഭാവവും വെടിയാൻ പറ്റുമോ? എന്നോട് ക്ഷമിച്ച് രക്ഷിച്ചാലും ഞാൻ അങ്ങയെ ശരണം പ്രാപിക്കണു. ലങ്കയിലേക്കുള്ള മാർഗമല്ലേ അങ്ങേക്ക് അറിയേണ്ടത്? ഞാൻ ക്ഷണത്തിൽ തെളിച്ചു തരാം. ഭഗവാന്റെ കോപമൊക്കെ അടങ്ങി. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. അതെന്താ പ്രശ്നം? ശ്രീരാമദേവൻ തൊടുക്കാനെടുത്ത ബാണം പിൻവലിക്കാൻ പറ്റില്ല. അപ്പോൾ വരുണൻ്റെ നിർദ്ദേശം അനുസരിച്ച് ബാണം വടക്കേ ദിക്കിലെ ദുഷ്ടന്മാരായിട്ട് രാക്ഷസന്മാർ താമസിക്കുന്ന ദ്രുമകുല്യം എന്ന ദേശത്തേക്ക് അങ്ങോട്ട് വിട്ടു. ബാണം പാഞ്ഞു ചെന്ന് അവിടെയുള്ള ദുഷ്ടന്മാരായിട്ട് രാക്ഷസന്മാരെയൊക്കെ കൊന്ന ശേഷം തിരിച്ചു വന്നു. സമുദ്രം വിനയത്തോടെ ശ്രീരാമദേവനോട് പറയുകയാണ്, ഭഗവാനെ, വിശ്വകർമാവിൻ്റെ മകനാണ് നളൻ എന്ന വാനരൻ. നളനെ കൊണ്ടൊരു സേതു അഥവാ പാലം സമുദ്രത്തിനു കുറുകെ കെട്ടിയുണ്ടാക്കുകയാണ് വേണ്ടത്. അവനായിരിക്കും അതിൽ സമർത്ഥൻ. ആ പാലത്തിൽ കൂടി എല്ലാവർക്കും അക്കരെ എത്താൻ കഴിയും. പറഞ്ഞു തീർന്നില്ല. ഉടനെ നളൻ വന്നു ഭഗവാനെ വണങ്ങി. വാനരന്മാരെ കൊണ്ട് മലകളും പാറകളും വൃക്ഷങ്ങളും പല ദിക്കുകളിൽ നിന്നും കൊണ്ടുവന്നു. അണ കെട്ടാൻ തുടങ്ങി. ശ്രീരാമൻ സേതു തുടങ്ങണ സ്ഥലത്ത് ശിവലിംഗ പ്രതിഷ്ഠ നടത്തി. എല്ലാവരും അവിടെ നമസ്കരിച്ചു. ഉണ്ണി, ആ സ്ഥലമാണ് രാമേശ്വരം എന്നറിയപ്പെടുന്നത്. അന്ന് മുതൽക്കാണ് രാമേശ്വരം ഒരു പുണ്യ കേന്ദ്രമായിട്ട് അറിയപ്പെടാൻ തുടങ്ങിയതും. മുത്തശ്ശി, ഉടനെ അമ്മൂച്ചിയുടെ അപ്പം ടൂറ് പോയ സമയത്ത് ഈ രാമേശ്വരം സന്ദർശിച്ചതായി പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല
21 പുണ്യതീർത്ഥങ്ങളിൽ മുങ്ങി പാപങ്ങൾ കളയുന്ന സങ്കല്പം യാഥാർത്ഥ്യമാക്കാൻ ശിരസിലൊഴിച്ചിട്ടുണ്ടല്ലോ. ആ, അത് ശരിയാണ്. അവൾ പഠിക്കണ സമയത്ത് പോയതാ. ആധ്യാത്മികമായും ദേശസ്നേഹവും ഒക്കെയുള്ള ഒരു മുൻ പ്രസിഡന്റ് നമുക്കുണ്ടായിരുന്നു, ഡോക്ടർ APJ അബ്ദുൽ കലാം സാർ. അവരുടെ ജന്മസ്ഥലം കൂടിയ രാമേശ്വരം. കുരങ്ങന്മാരെ സേതു നിർമ്മിച്ച് തീർന്നു മുത്തശ്ശി. പിന്നില്ലേ ഉണ്ണി, ഗുരുസങ്കല്പം ഉണ്ടെങ്കിൽ ഏത് കാര്യമാണ് നടക്കാത്ത? ശ്രീരാമദേവനെ ധ്യാനിച്ച് ഓരോരുത്തരും അളൻ്റെ നേതൃത്വത്തിൽ ആ ജോലി ഭംഗിയായിട്ട് ചെയ്തു. 5 ദിവസം കൊണ്ട് സേതു പൂർത്തിയായി. ആ സമയത്തല്ലേ അണ്ണാറക്കണ്ണന്മാർ വന്ന് തന്നാലാവും വിധം സേവ ചെയ്ത കഥ കേട്ടിട്ടില്ലേ? കുരങ്ങന്മാര് വലിയ വലിയ പാറക്കല്ലുകൾ ചുമന്നപ്പോ അണ്ണാരക്കണ്ണൻ സമുദ്രജലത്തില് ശരീരം നനയ്ക്കും, ഓടി വന്ന് കരയിൽ കിടന്നുരുളും. മണൽത്തരികൾ ശരീരത്തിൽ പറ്റിച്ചേർന്ന് കിടക്കും. ആ മണൽത്തരികൾ ഇവർ നിർമ്മിക്കുന്ന സേതുവിൽ കൊണ്ടുവന്ന് കുറയും. അതല്ലേ കഥ? അതെ, ഇത് കണ്ടപ്പോൾ ശ്രീരാമദേവനെ കാരുണ്യം തോന്നി. നിഷ്കാമ സേവനം കണ്ട ഗുരുക്കന്മാർ വെറുതെ ഇരിക്കുമോ? കൃപ ഒഴുകുകയല്ലേ. അണ്ണാറക്കണ്ണനെ അടുത്ത് വിളിച്ച് സ്നേഹത്തോടെ തഴുകിയതാണ് ഇന്ന് നമ്മൾ കാണുന്ന ആ മുതുകിലെ 3 വരകൾ എന്ന് പറയാറുണ്ട്. കൃപ നേടിയെടുക്കണമെന്നാണ്. അതിനവശ്യം വേണ്ട ഗുണമാണ് വിനയവും അനുസരണയും. ഇനി യാത്രയാണ് സേതുവിൽ കൂടി. ഭഗവാനെ ഹനുമാൻ്റെ തോളിലിരുത്തി, അങ്കദൻ്റെ തോളിലാണ് ലക്ഷ്മണൻ ഇരുന്നത്. അങ്ങനെ അവർ യാത്ര ചെയ്ത് ലങ്കയിലെ സുബേല എന്ന പർവ്വതത്തിൽ എത്തി. എല്ലാവരും ആ പർവ്വതത്തിൻ്റെ മുകളിൽ കയറി നിന്നു, അവിടുന്ന് നോക്കിക്കാണാൻ ലങ്കാ നഗരത്തിനെ. ഹനുമാൻ വിവരിച്ച സ്വർണ്ണമയമായിട്ടുള്ള ലങ്ക മുഴുവൻ അവർ കണ്ടു. ശ്രീരാമദേവൻ സൂക്ഷ്മമായിട്ട് നോക്കി. കൊടിമരങ്ങൾ, കോട്ടമതിലുകൾ, തോരണങ്ങൾ, മാളികകൾ തുടങ്ങിയവയ്ക്ക് ഒന്നൊന്നായി നോക്കി കണ്ടപ്പോൾ അവർ കണ്ടു. എന്താ കണ്ടത് മുത്തശ്ശി? മാളിക മുകളിൽ അങ്ങനെ സകല പ്രൗഢിയോടും കൂടിയിട്ട് രാവണൻ ഇരിക്കുകയാണ്. ചുറ്റും മന്ത്രിമാരുമുണ്ട്. ഭഗവാൻ ചിരിച്ചുകൊണ്ട് വാനരന്മാരോട് പറഞ്ഞു, കവികളെ, ഇനി നാം ബന്ധിച്ചു വെച്ചിരിക്കുന്ന ശുഗനെ വിട്ടയച്ചോളൂ. അവൻ പോയിട്ട് നമ്മൾ സേതു ബന്ധിച്ചതും ലങ്കയിൽ പ്രവേശിച്ചൊക്കെ രാവണനോട് പറയട്ടെ. കവികള് ശുഗനെ സ്വതന്ത്രാക്കിയോ? ആ, കവികൾ ശുഗനെ തുറന്നു വിട്ടു. അവൻ വേഗം ചെന്നു രാവണൻ്റെ മുമ്പിൽ തൊഴുകയോടുകൂടി നിൽക്കുകയാണ്. അപ്പോൾ രാവണൻ ചോദിച്ചു, നീ ഇത്ര താമസിക്കാൻ കാരണം എന്താ? നിൻ്റെ മുഖത്തെ ക്ഷീണഭാവത്തിന് കാരണം എന്താ? കുരങ്ങന്മാർ തന്നെ ഉപദ്രവിച്ചോ? പറയൂ. ശുഗനപ്പ വിനയത്തോടെ പറഞ്ഞു, ലങ്കേശ്വര, ഞാൻ അങ്ങയുടെ ശ്രേയസിനായിട്ട് ചിലത് പറയാം, ദയവായിട്ട് കേട്ടാലും. സമുദ്രത്തിനക്കരെ ആകാശത്ത് നിന്നുകൊണ്ട് ഞാൻ സുഗ്രീവനോട് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ വാനരന്മാരെന്നെ പ്രഹരിച്ച അവശനാക്കി. അവരെന്നെ കൊല്ലുമെന്ന് തോന്നിയപ്പോൾ ഞാൻ ശ്രീരാമേന്ദ്രനെ വിളിച്ച് രക്ഷിക്കണേ എന്ന് അപേക്ഷിച്ചു. രാമൻ ദയാലുവാണ്. ദൂതനായിട്ടുള്ള എന്നെ വിട്ടയക്കാൻ കൽപ്പിച്ചു. പിന്നെ ഇവിടെ എത്തണവരെ ബന്ധനത്തിൽ വെക്കാനും പറഞ്ഞു. പ്രഭു, വാനരന്മാർ കടലിൽ ചിറകെട്ടി ഇവിടെ എത്തിയിരിക്കുന്നു. അങ്ങയുടെ സഹോദരൻ വിഭീഷണനും ഉണ്ട് കൂടെ. എന്നെ മോചിപ്പിച്ച ശേഷം രാമൻ പറഞ്ഞയച്ച ചില കാര്യങ്ങൾ ഇവിടെ ഉണർത്തിക്കാം, കേട്ടോളൂ. ലങ്കേശ്വര, ഒന്നുകിൽ സീതയെ വിട്ടുതരിക, ഇല്ലെങ്കിൽ യുദ്ധത്തിന് തയ്യാറായിക്കൊള്ളുക. നിന്നെയും സൈന്യത്തെയും ഞാൻ നിശ്ശേഷം നശിപ്പിക്കുന്നുണ്ട്. ശുഗന് ശ്രീരാമദേവന്റെ ശക്തി ബോധ്യപ്പെട്ടു അല്ലേ? അതെന്താ അറിയോ, ശുഗന് പൂർവ്വജന്മ സംസ്കാരമുണ്ട് ഉണ്ണി. ബ്രാഹ്മണനായിരുന്ന ശുഗന് ശാപം കിട്ടിയതാ ഈ രൂപം. പിന്നെ വാനര സൈന്യത്തെ ചൂണ്ടിക്കാണിച്ച ശേഷം ശുഗൻ പറയാണ്, അതിശക്തന്മാരായിട്ടുള്ള നീലൻ, അങ്കദൻ, ഹനുമാൻ, നളൻ, ജാമ്പവാൻ എന്നിവരെക്കുറിച്ചൊക്കെ അവരുടെ കഴിവുകളെക്കുറിച്ചൊക്കെ വിവരിച്ചു കൊടുത്തു ഒരു ലങ്കേശ്വരന്. പിന്നെ പറഞ്ഞതാ അതിശയായത്. ശുഗൻ എന്താ പറഞ്ഞത്? ശുഗൻ പറഞ്ഞതോ, ഈ ഭൂമിയിലെ നശ്വര ജീവിതത്തെക്കുറിച്ച്. അത്ഭുതമല്ലേ അത്? ശുഗൻ പറഞ്ഞു, രാമനോട് യുദ്ധം ചെയ്ത് ജയിക്കാൻ സാധ്യമാണ്. അഹങ്കാരം വെടിഞ്ഞ് ശ്രീരാമനെ അങ്ങ് ശരണം പ്രാപിക്കുകയാണ് നല്ലത് എന്ന് ഉപദേശിച്ചു. രാവണൻ്റെ അജ്ഞാനം അല്ലെങ്കിൽ അഹങ്കാരം ശമിപ്പിക്കാൻ ഒരു ദൂതനായ ശുഗൻ പോലും ഉപദേശങ്ങൾ കൊടുക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഭക്തിയുടെ വിത്ത് എല്ലാവരിലും ഉണ്ട്. അത് മുളച്ചു തുടങ്ങാനുള്ള സാഹചര്യമാണ് വേണ്ടത്. ഈശ്വര ചൈതന്യം അനുഭവിച്ചറിയണ നിമിഷം ആ വിത്ത് മുളയ്ക്കാൻ തുടങ്ങും.
പിന്നെ വളർന്നു പന്തലിക്കും. ആശ്രമത്തിൽ വളരുന്നുകൊണ്ട് അമ്പൂറ്റിയമ്മയുടെ നേരിട്ടുള്ള ശിക്ഷണത്തിൽ വളരുമ്പോൾ ഭജന സമയത്തൊക്കെ കണ്ടിട്ടില്ലേ, പുരാണങ്ങളിൽ നിന്നും പല പല ചോദ്യങ്ങൾ ചോദിക്കും, ഗീതാശ്ലോകങ്ങൾ വ്യാഖ്യാനിക്കാൻ പറയും, സ്വന്തം ജീവിതാനുഭവങ്ങൾ കൂട്ടിച്ചേർത്തിട്ട്. അല്ലേ ഉണ്ണി? ഭജനകളിലെ വരികളിലെ അതിലടങ്ങിയ ആന്തരാർത്ഥം ചോദിക്കാറില്ലേ? നമ്മൾ ചിന്തിക്കാത്ത മേഖലയിൽ നിന്നാണ് അമ്പോറ്റിമ്മ ഉത്തരങ്ങൾ പറഞ്ഞു തരാറുള്ളത്. എന്ത് രസാന്നറിയോ? മഹാത്മാക്കൾ അങ്ങനെയാണ്. നമ്മൾ ഒരു കാര്യം ചിന്തിക്കുമ്പോൾ അതിൻ്റെ ഒരു ഭാഗം മാത്രമേ ശ്രദ്ധിക്കൂ. അമ്പൂറ്റിയമ്മയാണെങ്കിലോ എല്ലാ വശവും ചിന്തിച്ചിട്ടാണത് പറയാറുള്ളത്. നമ്മുടെ ഭാവിയും വർത്തമാനവും ഭൂതവും ഒക്കെ അറിയാൻ ഗുരുക്കന്മാർക്ക് മാത്രമേ കഴിയൂ. അമ്മയുടെ ദർശനങ്ങൾ കിട്ടിത്തുടങ്ങിയ ഭക്തന്മാർ മുമ്പേ ഇങ്ങനെയൊക്കെ ജീവിച്ചിരുന്നവരായാലും അവരുടെ മനസ്ഥിതി മാറി ആധ്യാത്മികതയിലേക്ക് പരിവർത്തനം ചെയ്തിരിക്കില്ലേ? മദ്യം, മയക്കുമരുന്ന് തുടങ്ങിയ ലഹരിക്കടിമയായവർ എത്ര പേര് മാറി? അനുഭവമാണ് ഗുരു എന്ന് പറയാറില്ലേ? മഹാത്മാവിൻ്റെ സാന്നിധ്യം എത്രയെത്ര ജീവനെ സദ്ഗതിയിലേക്ക് നയിക്കുന്നത്. ശുഗൻ്റെയും അനുഭവം അതല്ലേ? ഇതൊക്കെയാണ് അത്ഭുതങ്ങൾ. പക്ഷേ ശുഗൻ എത്ര ഉപദേശിച്ചിട്ടും രാവണനുണ്ടോ മനസ്സിലാവണോ? കോപത്താൽ കലി തുള്ളിക്കൊണ്ട് രാവണൻ പറയാണ്, എടാ നീ എൻ്റെ ഭൃത്യനാണ്, നീ എന്നെ ഉപദേശിക്കാറായോ? നീ പണ്ട് എനിക്കൊരു ഉപകാരം ചെയ്തതോർത്ത് ഇപ്പം ഞാൻ നിന്നെ വിട്ടയക്കണു. എൻ്റെ മുമ്പിൽ നിന്ന് പെട്ടെന്ന് മാറിക്കോ, അല്ലെങ്കിൽ ഈ ക്ഷണം നിൻ്റെ കഥ ഞാൻ കഴിക്കും. ഇത് കേട്ട് പേടിച്ച് ശുഗൻ ഉടനെ സ്വന്തം ഭവനത്തിലേക്ക് പോയി. ഉണ്ണി, പരമാത്മ ചൈതന്യത്തെ അറിയാനും അനുഭവിക്കാനും കഴിയണേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആശ്രമത്തിൽ അമ്മ ഒരുക്കിത്തരുന്ന സാധനകൾ ജപായിക്കോട്ടെ, ധ്യാനായിക്കോട്ടെ, സത്സംഗം, സേവനം, ശാസ്ത്ര ക്ലാസ്സുകൾ, എല്ലാറ്റിൻ്റെയും ലക്ഷ്യം ഒന്നാണ്: സത്യം അറിയുക, അനുഭവിക്കുക. ഈ സാഹചര്യത്തിൽ വളരാൻ ഭാഗ്യം കിട്ടിയ ഉണ്ണിക്കും ഉണ്ണിയെപ്പോലുള്ള കുട്ടികൾക്കൊക്കെ നന്ദി അർപ്പിക്കാനുള്ള അവസരമാക്കി മാറ്റണം നമ്മുടെ ജീവിതം. ഉണ്ണി, ഇനി ബാക്കി കഥ നാളെ പറഞ്ഞുതരാം, പോരെ? ശരി മുത്തശ്ശി.